തെറ്റുപറ്റിയത് ആർക്ക്? മാർപ്പാപ്പയ്ക്കോ നരികുളത്തിനോ? മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റി. മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചു. 50-50 എന്നത് കുതന്ത്രത്തിലൂടെ നടപ്പാക്കിയതാണ്. നേരെ ചൊവ്വയല്ല കാര്യങ്ങൾ നടക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് മോൺസിഞ്ഞോർ നരികുളം പ്രചരിപ്പിക്കുന്നത്. അതിന് സത്യാവസ്ഥ എന്താണെന്ന് പരിശോധിക്കാതെ ഏകം മീഡിയ അത് ഏറ്റുപിടിച്ചിരിക്കുന്നു. ഇതിൻ്റെ സത്യാവസ്ഥ പരിശോധിക്കുകയാണ് നാം ഈ എപ്പിസോഡിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഒത്തുതീർപ്പിലെ ഉതപ്പുകൾ, അങ്ങനെ ഒരു ആ പേരിൽ മോൺസിഞ്ഞോർ നരികുളം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ ഏകം മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കാണാം. ഈ പുസ്തകം, അതായത് ഒത്തുതീർപ്പിലെ ഉതപ്പുകൾ എന്ന പുസ്തകം 50-50 എന്ന ഫോർമുലയെ മാത്രം ആസ്പദമാക്കിയിട്ടുള്ള പുസ്തകമാണ്. ഇതിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്നാം ഭാഗം മുഴുവൻ 50-50 എന്ന ഫോർമുല സംഭവിച്ച അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് 12 അധ്യായങ്ങളായി അവതരിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, മോൺസിഞ്ഞോർ നരികുളം ചോദിക്കുകയാണ്, മാർപ്പാപ്പയ്ക്ക് തെറ്റ് പറ്റുമോ? മാർപ്പാപ്പയ്ക്ക് തെറ്റാവരമുള്ളതല്ലേ? അപ്പോൾ മാർപ്പാപ്പയ്ക്ക് തെറ്റ് പറ്റുമോ? എന്താണ് ഈ തെറ്റാവരെന്ന് പറയുന്നത്? മാർപ്പാപ്പയ്ക്ക് ചരിത്രത്തിൽ തെറ്റ് പറ്റിയിട്ടുണ്ടോ? മാർപ്പാപ്പയ്ക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. അതിനൊരു ലിസ്റ്റ് പഴയ ചരിത്രവും പുതിയ ചരിത്രവും ഞാൻ നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് 1999 മുതൽ 50-50 ഫോർമുല തുടർന്നു വരുന്ന വത്സരങ്ങളിൽ സ്ഥിരീകരിക്കപ്പെട്ടുവെന്ന് 2021 മാർപ്പാപ്പ ഇറക്കിയ ആദ്യത്തെ കത്തിൽ പറയുന്നത്. മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റി എന്നതിന് ഉദാഹരണമാണ് 1999 മുതൽ 50-50 ഫോർമുല തുടർന്നു വരുന്ന വത്സരങ്ങളിൽ സ്ഥിരീകരിക്കപ്പെട്ടുവെന്ന് 2021 മാർപ്പാപ്പ ഇറക്കിയ ആദ്യത്തെ കത്തിൽ പറയുന്നത്. 1999 സിനഡിന്റെ തീരുമാനം ആവർത്തിച്ച് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടത്രേ. അതിനുശേഷം 37 സിനഡ് നടന്നിട്ടുണ്ട്. ഒറ്റ സിനഡിൽ പോലും അത് സ്ഥിരീകരിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് മാർപ്പാപ്പ അത്രയും തെറ്റായ പ്രസ്താവന നടത്തിയത്? ആരാണ് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചത്? ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ഞാൻ എല്ലാവരോടും മാറി മാറി ചോദിച്ചതാണ്. ഒരിക്കലും ആർക്കും ഒരു ഉത്തരവും നൽകാൻ സാധിച്ചിട്ടില്ല. ചർച്ച ചെയ്തിട്ടുണ്ട്, അത് ഞാൻ നിഷേധിക്കുന്നില്ല. 3-4 പ്രാവശ്യം ചർച്ചയ്ക്ക് വന്നു. പക്ഷെ തീരുമാനമെടുക്കാതെ മാറ്റിവെക്കുകയായിരുന്നു. 1999 എടുത്ത തീരുമാനം പാളിപ്പോയി എന്ന ബോധ്യമുള്ളത് കൊണ്ട് ആ പാളിച്ച് വീണ്ടും സംഭവിക്കാതിരിക്കാൻ ഇത് സ്ഥിരീകരിച്ചില്ല. ചർച്ച ചെയ്തു. വേണമെങ്കിൽ പ്രവാസികൾ താമസിക്കുന്നിടത്ത് തുടങ്ങാമെന്നല്ലാതെ കേരളത്തിൽ തുടങ്ങുന്നതിനെ പറ്റി 20 വർഷവും ഒരു തീരുമാനവും എടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് മാർപ്പാപ്പ അങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹത്തിന്റെ കത്തിൽ ഉൾപ്പെടുത്തിയത്? ഇതാണ് മോൺസിഞ്ഞോർ നരികുളം ചോദിക്കുന്നത്. അതായത് 2021 മാർപ്പാപ്പ തെറ്റായ പ്രസ്താവന നടത്തി. അതാണ് നരികുളത്തിന്റെ വാദഗതി. നമുക്ക് ആ മാർപ്പാപ്പയുടെ വാചകം നമുക്കൊന്ന് വായിച്ചാലോ, കേട്ടാലോ? ഇതെവിടെ കിട്ടും? നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ അച്ഛൻ ചൊല്ലുന്ന കുർബാന തക്സയില്ലേ? 2021 തക്സയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മിക്കവാറും എല്ലാ രൂപതകളിലും അതാണ്. ഇരിങ്ങാലക്കുട രൂപതയിൽ ചില പള്ളികളിൽ ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവില്ല. അത് അവിടുത്തെ മെത്രാൻ നോക്കേണ്ടതാണ്. 2021 കുർബാന തക്സയാണെങ്കിൽ അച്ഛൻ കുർബാന ചെല്ലുന്ന ആ പുസ്തകം അതെൻ്റെ 3-ാമത്തെ പേജ് എടുക്കുക. അവിടെ മാർപ്പാപ്പയുടെ കത്ത് ഇംഗ്ലീഷിൽ കാണാം. ഞാനതിന് ഇംഗ്ലീഷ് ഒന്ന് വായിച്ചിട്ട്, ആദ്യത്തെ വാചകം വായിച്ചിട്ട്, അതാണ് ഈ നരികുളം പറയുന്ന സംഗതി. അപ്പോൾ എന്നിട്ട് അതിൻ്റെ അർത്ഥം നമുക്ക് പരിശോധിക്കാം. എന്നിട്ട് മാർപ്പാപ്പയ്ക്ക് തെറ്റ് പറ്റിയോ, മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചോ, അതോ നരികുളം അച്ഛനാണോ തെറ്റ് പറ്റിയത് എന്ന് നമുക്ക് പരിശോധിക്കാം. ആ വാചകം എങ്ങനെയാണ്? The Holy See regards with special approval and encouragement the agreement unanimously reached by the Synod of Bishops of the Syro-Malabar Church in 1999 and repeatedly endorsed in subsequent years for a uniform mode of celebrating the Holy Kurbana. പിന്നെ ആ വാചകം പോകുകയാണ്. നമുക്ക് ഇത്ര മതി. ഇതിനകത്ത് റിപ്പീറ്റഡ്ലി എൻഡോഴ്സ്ഡ് ഇൻ സബ്സിക്വന്റ് ഇയേഴ്സ് എന്ന മാർപ്പാപ്പയുടെ വാചകത്തെയാണ് ഫാദർ നരികുളം ആവർത്തിച്ച് സ്ഥിരീകരിച്ചു, പിന്നീടുള്ള വർഷങ്ങളിൽ ആവർത്തിച്ച് സ്ഥിരീകരിച്ചു എന്ന് തർജ്ജമ ചെയ്തതും, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് വാദിക്കുന്നതും, മാർപ്പാപ്പയ്ക്ക് തെറ്റ് പറ്റിയെന്നും മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നതും. നിങ്ങളുടെ വീട്ടിൽ ഡിക്ഷണറി ഉണ്ടാവില്ലേ? ഡിക്ഷണറി നിർത്തിട്ട് എൻഡോഴ്സ് എന്ന വാക്കിൻ്റെ അർത്ഥം നോക്കിയാൽ, എൻഡോഴ്സ് ആ വാക്കിൻ്റെ അർത്ഥം ഞാൻ കണ്ട അർത്ഥങ്ങൾ ഇങ്ങനെയൊക്കെയാണ്.
ഔപചാരികമായി പിന്തുണ കൊടുക്കുക അല്ലെങ്കിൽ പിന്തുണ പ്രഖ്യാപിക്കുക. ടു എക്സ്പ്രസ് എ ഫോർമൽ സപ്പോർട്ട്. ഔപചാരികമായി പിന്തുണ കൊടുക്കുക അല്ലെങ്കിൽ പിന്തുണ പ്രഖ്യാപിക്കുക. എന്തെങ്കിലും ഒരു കാര്യം അംഗീകരിക്കുക. ടു എക്സ്പ്രസ് എൻ അപ്രൂവൽ ഫോർ സംതിങ്. അല്ലെങ്കിൽ ആരെയെങ്കിലും അംഗീകരിക്കുക. ഇപ്പോൾ ഒരു ഇലക്ഷൻ നിൽക്കാൻ കാൻഡിഡേറ്റിനെ അംഗീകരിക്കുക. ടു എക്സ്പ്രസ് എൻ അപ്രൂവൽ ഫോർ സംവൺ. അല്ലെങ്കിൽ ശുപാർശ ചെയ്യുക, റെക്കമെൻഡ്. ഈ അർത്ഥങ്ങൾ വെച്ചുകൊണ്ട് മാർപ്പാപ്പയുടെ കത്തിലെ വാചകങ്ങൾ നമുക്കൊന്ന് തർജ്ജമ ചെയ്താലോ? വിശുദ്ധ കുർബാന ഏകീകൃതമായ രീതിയിൽ ആഘോഷിക്കാൻ വേണ്ടി സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡ് 1999 ഐക്യകണ്ഠേന എത്തിച്ചേർന്ന സമ്മതത്തെയും പിന്നീടുള്ള വത്സരങ്ങളിൽ അതിന് ആവർത്തിച്ച് ഔപചാരിക പിന്തുണ പ്രഖ്യാപിച്ചതിനെയും പരിശുദ്ധ സിംഹാസനം സവിശേഷമായ സന്തുഷ്ടിയോടെയും അനുമോദനങ്ങളുടെയും പരിഗണിക്കുന്നു. ഞാൻ ഒന്നുകൂടി വായിക്കുക. മാർപ്പാപ്പയുടെ ഇംഗ്ലീഷിലുള്ള വാചകം ഞാനൊന്ന് തർജ്ജമ ചെയ്തിരിക്കുക. വിശുദ്ധ കുർബാന ഏകീകൃതമായ രീതിയിൽ ആഘോഷിക്കാൻ വേണ്ടി സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡ് 1999 ഐക്യകണ്ഠേന എത്തിച്ചേർന്ന സമ്മതത്തെയും പിന്നീടുള്ള വത്സരങ്ങളിൽ അതിന് ആവർത്തിച്ച് ഔപചാരിക പിന്തുണ പ്രഖ്യാപിച്ചതിനെയും പരിശുദ്ധ സിംഹാസനം സവിശേഷമായ സന്തുഷ്ടിയോടെയും അനുമോദനങ്ങളുടെയും പരിഗണിക്കുന്നു. ഈ എൻഡോഴ്സ് എന്ന വാക്ക്, റിപ്പീറ്റഡ്ലി എൻഡോഴ്സ്ഡ് എന്ന വാക്ക്, ഇതാണ് ആവർത്തിച്ച് സ്ഥിരീകരിച്ചു എന്ന്, റിപ്പീറ്റഡ്ലി കൺഫേംഡ് എന്ന് നരികുളം അച്ഛൻ തർജ്ജമ ചെയ്തതും അങ്ങനെ സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് വാദിക്കുന്നതും മാർപ്പാപ്പയ്ക്ക് തെറ്റ് പറ്റിയെന്നും മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും സമർത്ഥിക്കാൻ ശ്രമിക്കുന്നതും. ഈ എറണാകുളത്തെ പണ്ഡിതന്മാർക്ക് എപ്പോഴും പറ്റുന്ന ഒരു തെറ്റുണ്ടല്ലോ. ഈ അടുത്ത കാലത്ത്, ഈ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ വത്തിക്കാൻ മലക്കം മറിഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു പ്രചാരണമുണ്ട് വിമതരുടെ. വാസ്തവത്തിൽ വിമതർക്ക് തിരിച്ചടിയാണ്. അത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം. അതിന്റെ മലയാളം ഇംഗ്ലീഷും ഒക്കെ കാണാം. കാനലിലടക്കം കോട്ട് ചെയ്തിട്ട് വത്തിക്കാന് പറഞ്ഞിരിക്കുകയാണ് ഈ അനുസരിക്കാത്തവർക്കെതിരെ നടപടി എടുക്കുക. ഏതെല്ലാം കാനലിനനുസരിച്ച് നടപടി എടുക്കാമെന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. നടപടിക്രമങ്ങളിലേക്ക് കടക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെയാണ് വത്തിക്കാൻ മലക്കം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർ പ്രചരിപ്പിക്കണേ. അതായത് എല്ലാവരും മനസ്സിലാക്കുന്നതിന്റെ നേർ വിപരീതമാണ് എറണാകുളംകാർ മനസ്സിലാക്കുക. അത് തന്നെയാണ് നരികുളച്ചനും പറ്റിയത്. ഈ മാർപ്പാപ്പയുടെ പ്രസ്താവനയ്ക്കുള്ള തെളിവ് നരികുളച്ചന്റെ വാക്കുകളിൽ തന്നെ ഞാൻ പറഞ്ഞു തരട്ടെ. മാർപ്പാപ്പയ്ക്ക് തെറ്റ് പറ്റിയിട്ടില്ലെന്നും മാർപ്പാപ്പയെ തെറ്റ് ധരിപ്പിച്ചിട്ടില്ലെന്നും നരികുളമച്ചന്റെ വാക്കുകളിൽ നിന്ന് തന്നെ ഞാൻ തെളിവ് നൽകാം. ചർച്ച ചെയ്തിട്ടുണ്ട് സിനഡിൽ, ചർച്ച ചെയ്തു. മെത്രാന്മാരുടെ സിനഡിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിഷേധിക്കുന്നില്ല. 3-4 പ്രാവശ്യം ചർച്ചയ്ക്ക് വന്നു. പക്ഷെ തീരുമാനമെടുക്കാതെ മാറ്റിവെക്കുകയായിരുന്നു. 1999 എടുത്ത തീരുമാനം പാളിപ്പോയി എന്ന ബോധ്യമുള്ളത് കൊണ്ട് ആ പാളിച്ച വീണ്ടും സംഭവിക്കാതിരിക്കാൻ ഇത് സ്ഥിരീകരിച്ചില്ല. ചർച്ച ചെയ്തു, ഞാനത് നിഷേധിക്കുന്നില്ല. വേണമെങ്കിൽ പ്രവാസികൾ താമസിക്കുന്നിടത്ത് തുടങ്ങാമെന്നല്ലാതെ താമസിക്കുന്നിടത്ത് തുടങ്ങാമെന്നല്ലാതെ കേരളത്തിൽ തുടങ്ങുന്നതിനെ പറ്റി 20 വത്സരവും ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ഇത് നരികുളച്ചന്റെ വാക്കുകളാണ്, വേറെ തെളിവുകൾ വേണ്ട. പ്രവാസികൾ താമസിക്കുന്നിടത്ത് വേണമെങ്കിൽ തുടങ്ങാമെന്നല്ലാതെ, അപ്പോൾ പ്രവാസികൾ താമസിക്കുന്നിടത്ത് തുടങ്ങാമെന്ന് തീരുമാനിച്ചില്ലേ സിനഡില്? അത് ആവർത്തിച്ച് പിന്തുണ കൊടുത്തു എന്നതിന് തെളിവല്ലേ? ഇത് നരികുളച്ചൻ തന്നെ സമ്മതിക്കുന്ന കാര്യമല്ലേ? നരികുളത്തിന്റെ വാക്കുകൾ തന്നെ തെളിയുന്നില്ലേ മാർപ്പാപ്പയ്ക്ക് തെറ്റ് പറ്റിയിട്ടില്ലെന്നും മാർപ്പാപ്പ ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ലെന്നും? സീറോ മലബാർ സഭ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലും ആഗോള സഭയാണ്. അപ്പൊ അവിടെയൊക്കെ ഇത് തുടങ്ങാൻ തീരുമാനിച്ചുവെന്ന് സിനഡ് തീരുമാനിച്ചുവെന്ന് നരികുളമച്ചം അംഗീകരിക്കുന്നെങ്കിൽ അത് ആവർത്തിച്ച് പിന്തുണ കൊടുത്തു എന്നതിന് തെളിവല്ലേ? രണ്ടാമത്തെ കാര്യം പറഞ്ഞേ. ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞു, സ്ഥിരീകരിച്ചെന്ന വാക്ക്, അതായത് കൺഫേംഡ് എന്ന വാക്കല്ല മാർപ്പാപ്പ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാർപ്പാപ്പയ്ക്ക് തെറ്റ് പറ്റിയിട്ടില്ല, ആവർത്തിച്ച് പിന്തുണ കൊടുത്തുന്നതാണ് ഒന്നാമത്തെ കാര്യം, വാക്കിന്റെ അർത്ഥം. 2, നരികുളമച്ചൻ തന്നെ പറയുന്നു ഇങ്ങനെ പ്രവാസികൾ താമസിക്കുന്നിടത്ത് തുടങ്ങാമെന്ന് തീരുമാനിച്ചുവെന്ന്. അത് ആവർത്തിച്ച് പിന്തുണ കൊടുത്തതിന് തെളിവല്ലേ? സീറോ മലബാർ സഭ ആഗോള സഭയല്ലേ? അപ്പൊ മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടോ? മാർപ്പാപ്പയ്ക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടോ? ഇക്കാര്യത്തിലില്ല. തെറ്റാവരത്തെ, മാർപ്പാപ്പയുടെ തെറ്റാവരത്തെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. അത് ഇതിനെക്കുറിച്ചൊന്നും അല്ല, അത് നമുക്ക് വേറെ കാര്യങ്ങളാണ്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇനി 1999 സിനഡ് തീരുമാനം ആവർത്തിച്ച് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന പ്രസ്താവന തെറ്റാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാം. അതിനുശേഷം 37 സിനഡ് നടന്നിട്ടുണ്ട്. ഒറ്റ സിനഡിൽ പോലും അത് സ്ഥിരീകരിച്ചിട്ടില്ല. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ഞാൻ എല്ലാവരോടും മാറി മാറി ചോദിച്ചതാണ്,
ഒരിക്കലും ആർക്കും ഒരു ഉത്തരവും നൽകാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട് ഉത്തരം നൽകാൻ സാധിക്കാത്തതെന്ന് മനസ്സിലായോ? ഇദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ടോ ചോദിക്കണേ. അവർ പറയുന്നത് എൻഡോഴ്സ് ചെയ്തിട്ടുണ്ടെന്നാണ്. പരസ്പരം മനസ്സിലാക്കില്ല. എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത്? നരികുളച്ചൻ മനസ്സിലാക്കാത്തതിന് കാരണം എന്താണ്? എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം വിമതർക്ക് മനസ്സിലാക്കാത്തതിന് കാരണം എന്താണ്? മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റിയെന്നും മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും കുതന്ത്രങ്ങളിലൂടെയാണ് എല്ലാം നടപ്പാക്കുന്നതെന്നും പ്രചരിപ്പിച്ച് ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാക്കുകയില്ല എന്ന് ശക്തിയുക്തം തീരുമാനമെടുത്തിരിക്കുന്ന ഒരു ഗ്രൂപ്പിന്റെ വക്താവാണ് നരികുളം. മാർപ്പാപ്പയ്ക്ക് തെറ്റ് പറ്റിയെന്നും മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും അതുകൊണ്ട് മാർപ്പാപ്പയുടെ ഉത്തരവ് പാലിക്കേണ്ടതില്ലെന്നും ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ച് ഏകീകൃത കുർബാന നടപ്പാക്കാനുള്ള ഏകീകൃത രീതിയിൽ കുർബാന അർപ്പിക്കാനുള്ള തീരുമാനം ഒരു കാരണവശാലും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാക്കില്ല എന്ന ഒരു തെറ്റായ തീരുമാനം കൈക്കൊണ്ട് അതിൽ ഉറച്ചു നിൽക്കുന്ന ഗണത്തിന്റെ വക്താവാണ് നരികുളം അച്ഛൻ. അതുകൊണ്ട് എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാകില്ല. തെറ്റായ തീരുമാനത്തിലിരിക്കുമ്പോൾ സത്യം തിരിച്ചറിയാൻ കഴിയില്ല. ഞാൻ വേറൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം പറയാം. നമ്മുടെ സഭയിലെ ലിറ്റർജിയെ വഷളാക്കിയ ഒരു വലിയ സംഗതിയാണത്. 1986 മാർപ്പാപ്പ വന്ന് സീറോ മലബാർ സഭയുടെ റാസകുർബാന എന്ന് വെച്ചാൽ നമുക്കൊരു ഒറ്റ കുർബാനയുള്ള റാസകുർബാന, അതിന് ആഘോഷം കുറയ്ക്കുമ്പോൾ ആഘോഷമായ കുർബാന, കുറച്ചുകൂടി ആഘോഷം കുറയ്ക്കുമ്പോൾ സാധാരണ കുർബാന, അതുകൊണ്ട് 3 കുർബാനയില്ല, ഒറ്റ കുർബാനയേ ഉള്ളൂ. അപ്പോൾ മാർപ്പാപ്പ വന്ന് അത് ഉദ്ഘാടനം ചെയ്യുകയാണ് 86. അതിന് മുമ്പുള്ള ഒരു മെത്രാൻ സമിതിയിൽ അന്ന് തീരുമാനിച്ചത് ഇങ്ങനെയാണ്: വി ഹാവ് റിസോൾവ്ഡ് ടു യൂസ് ദ തക്സ ഇൻ ഇറ്റ്സ് 3 ഫോംസ്. തക്സ അതിന് 3 രൂപത്തിലും ഉപയോഗിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ മെത്രാൻ സമിതിയുടെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് മെത്രാന്മാർ അതത് രൂപതകളിലേക്ക് പോയി. ഒരു രൂപതയിൽ മെത്രാൻ ചെന്ന് ഈ തീരുമാനങ്ങളൊക്കെ പറഞ്ഞ് കാണിച്ചപ്പോൾ അവിടുത്തെ വികാരി ജനറൽ പറഞ്ഞു, ഓ നിങ്ങൾ തീരുമാനിച്ചു അല്ലേ, കുർബാന റാസകുർബാന അതിന് 3 രൂപത്തിലും ചൊല്ലാൻ നിങ്ങൾ തീരുമാനിച്ചു അല്ലേ? മെത്രാൻ പറഞ്ഞു, തീരുമാനിച്ചിട്ടൊന്നുമില്ല, ചില പേപ്പറിലൊക്കെ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ വികാരി ജനറൽ അദ്ദേഹം കുറച്ചുകൂടി വിവരമുള്ള ആളാണ്. അദ്ദേഹം ഇത് പറഞ്ഞു, വി ഹാവ് റിസോൾവ്ഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. വി ഹാവ് റിസോൾവ്ഡ് എന്ന് എന്താ അർത്ഥം? പിതാവേ, റെസൊല്യൂഷൻ, ദൃഢനിശ്ചയം, ദൃഢമായ തീരുമാനം എന്ന ആ നാമത്തിന്റെ ക്രിയാരൂപമാണ് റിസോൾവ്ഡ്. ഞങ്ങൾ ഉറച്ച തീരുമാനമെടുത്തു എന്നാണ് വാക്കിനർത്ഥം. അയ്യോ, ചതിച്ചോ? അങ്ങനെയാണോ വാക്കിനർത്ഥം? എനിക്ക് ആ വാക്കിൻ്റെ അർത്ഥം അറിയില്ലായിരുന്നു. മെത്രാൻ പറഞ്ഞു, വികാരി ജനറൽ പറഞ്ഞു, പിതാവേ, ഏതായാലും ഒപ്പിട്ടു പോയി, അത് നടപ്പാക്കുകയാണ് നല്ലത്. ഈ വാക്കിനർത്ഥം അറിയാതെ ഞാൻ ഒപ്പിട്ടു എന്ന് പറഞ്ഞ് പിതാവും അതുപോലെ നമ്മുടെ രൂപതയും മൊത്തം നാറുന്നതിനേക്കാൾ നല്ലത് ഇത് തീരുമാനം നടപ്പാക്കുകയാണ്. അങ്ങനെ പിതാവും വികാരി ജനറൽ തമ്മിൽ അല്പം സംസാരമായി. മെത്രാൻ എന്ത് ചെയ്താലും നടപ്പാക്കില്ലെന്ന് ഉറച്ച തീരുമാനത്തിലായി. അങ്ങനെ വികാരി ജനറലായിട്ട് ഒരല്പം ഒന്ന് പിണങ്ങിക്കഴിഞ്ഞപ്പോൾ വികാരി ജനറൽ സ്ഥലം മാറ്റി. എന്നിട്ട് ഈ തീരുമാനത്തിൽ ഒപ്പിട്ട് ആ മെത്രാൻ തന്നെ ആ തീരുമാനം നടപ്പാക്കാതെ ഈ അദ്ദേഹത്തിൻ്റെ രൂപതയിൽ ജനാഭിമുഖ കുർബാന തന്നെ തുടർന്നു. 86 മുമ്പത്തെ കാര്യം ഞാൻ പറയണേ. പിന്നുണ്ടായ കാര്യം ഞാൻ പറഞ്ഞു. എനിക്ക് ആ മെത്രാനെ അറിയാം, ഈ വികാരി ജനറലെ അറിയാം, ഈ കാര്യങ്ങളൊക്കെ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ഒരു മെത്രാനൊരു വാക്കിൻ്റെ അർത്ഥം അറിയാതെ, റിസോൾവ്ഡ് എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാതെ, ഉറച്ച തീരുമാനം എന്നൊരു തീരുമാനം അന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം എന്ന് തിരിച്ചറിയാതെ സംഭവിച്ചു പോയ ഒരു കാര്യമാണ് ഈ ആ രൂപത്തിലുണ്ടായ ലിറ്റർജി പ്രശ്നം. ഇത് തന്നെയാണ് നരികുളച്ചന് പറ്റിയിരിക്കുന്നത്. എൻഡോഴ്സ് എന്ന വാക്കിൻ്റെ അർത്ഥം അദ്ദേഹം നിശ്ചയിച്ചുറപ്പിച്ച ഒരു അർത്ഥത്തിലേക്ക് ചുരുങ്ങിയിട്ട് മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റിയെന്നും മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും പറഞ്ഞ് നടക്കുകയാണ്. തെറ്റുപറ്റിയിട്ടില്ല മാത്രമല്ല, എൻഡോഴ്സ് എന്ന വാക്കിൻ്റെ അർത്ഥം അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ സീറോ മലബാർ സഭയിൽ നടന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ തെളിഞ്ഞിട്ടുണ്ട് താനും. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി മൂന്നാമതൊരു കാര്യം കൂടി. ഇങ്ങനെ ഈ നരികുളച്ചൻ ഇങ്ങനെ നുണ പ്രചരിപ്പിക്കുകയാണല്ലോ. അപ്പം ഞാൻ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാനായിട്ട് ഈ ലിറ്റർജി കമ്മീഷന്റെ ചെയർമാൻ തോമസ് ഇളവനാൽ പിതാവിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് ഒരു രേഖ അയച്ചു തന്നു. ആ രേഖയാണ് ഇത്. ഇംഗ്ലീഷിലാണ് രേഖ. ഞാനത് മലയാളത്തിൽ പറയാം. ഇംഗ്ലീഷിലുള്ള രേഖ അദ്ദേഹം അയച്ചു തന്നു. അത് ഞാൻ അതിൻ്റെ തർജ്ജമ നൽകാം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വേണമെങ്കിൽ വായിക്കുകയും ചെയ്യാം. പക്ഷെ അത് വേണ്ട. എന്നിട്ട് ഞാൻ പിതാവിനോട് ചോദിച്ചു, ഞാൻ പിതാവിൻ്റെ പേര് പറഞ്ഞോട്ടെ, പിതാവിനെ വിളിച്ചുവെന്നും പിതാവിനോട് ചോദിച്ചു. പിന്നെന്താ,
ഇത് സത്യമായ കാര്യമാണ്. അതുകൊണ്ട് ഒരു വിരോധമില്ല. എൻ്റെ പേര് പറഞ്ഞോ, ഞാൻ ലിറ്ററേച്ചർ കമ്മീഷൻ ചെയർമാനായിരുന്നു, ഞാനാണ് ഇതിനൊക്കെ നേതൃത്വം വഹിച്ചത്. അതുകൊണ്ട് എൻ്റെ പേര് പറഞ്ഞു തന്നെ അച്ഛൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഈ സത്യം തേടേണ്ടത് ഇതിൻ്റെ ശരിയായ ഉറവിടങ്ങളിലാണല്ലോ. അല്ലാതെ നരികുളച്ചം എഴുതിയ പോലെ ഒത്തുതീർപ്പിൽ ഉതപ്പുകൾ എന്ന പുസ്തകത്തിലല്ലല്ലോ സത്യം തേടേണ്ടത്, സഭയുടെ ഔദ്യോഗിക രേഖകളിലാണ്. അങ്ങനെയുള്ള ഒരു ഔദ്യോഗിക രേഖയുടെ ഭാഗമാണ് ഈ തോമസ് ഇളവനാൽ പിതാവ് അയച്ചു തന്ന ഈ രേഖ. അത് ഞാനിന്ന് വായിക്കുകയാണ്. ഞാൻ എല്ലാവർക്കും ഇംഗ്ലീഷ് അത്ര അറിയാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഞാൻ മലയാളത്തിൽ അത് തർജ്ജമ ചെയ്ത് വായിക്കുകയാണ്. വിശുദ്ധ കുർബാനയിൽ കാർമ്മികൻ നിൽക്കുന്ന ദിശയെ സംബന്ധിച്ചുള്ള നിർദ്ദേശത്തെക്കുറിച്ചുള്ള വിശദീകരണം. മാർ തോമസ് ഇളവനാൽ, ലിറ്ററേച്ചർക്ക് വേണ്ടിയുള്ള കമ്മീഷൻ ചെയർമാൻ, 2024 ജനുവരി 12. 1986 1989 തക്സയനുസരിച്ച് കുർബാനയർപ്പിക്കുമ്പോൾ കാർമ്മികൻ അൾത്താരയ്ക്ക് അഭിമുഖമായി നിൽക്കുന്നുവെന്ന നിർദ്ദേശം റൂബ്രിക്സ് മുൻകൂർ വ്യവസ്ഥയായി ഉദ്ദേശിച്ചിരിക്കുന്നു. പ്രീസപ്പോസ്. പ്രാർത്ഥനാ സഹായം ചോദിക്കാനും, നിങ്ങൾ എൻ്റെ ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാക്കാൻ എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതാണ് പ്രാർത്ഥന സഹായം. അതുപോലെ സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങനെ പ്രാർത്ഥന സഹായം ചോദിക്കാനും സമാധാനം ആശംസിക്കാനും കാർമ്മികൻ ആരാധന സമൂഹത്തിലേക്ക് തിരിയുന്നുവെന്നും വീണ്ടും വൈദികൻ അൾത്താരയിലേക്ക് തിരിയുന്നുവെന്നും. അൾത്താരിലേക്ക് തിരിയുന്നെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതായത് ജനങ്ങൾ ഏത് ദിശയിലേക്ക് നോക്കി നിൽക്കുന്നോ അതിലേക്ക് തിരിയുന്നുവെന്നും കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 1986 1989 തക്സയനുസരിച്ച് കുർബാന അർപ്പിക്കുമ്പോൾ കാർമ്മികൻ അൾത്താരയ്ക്ക് അഭിമുഖമായി നിൽക്കുന്നു മുഴുവൻ നേരവും. സമാധാനം ആശംസിക്കാനും പ്രാർത്ഥനാ സഹായം ചോദിക്കാനും അല്ലാതെ ഈ കാർമ്മികൻ ജനങ്ങളിലേക്ക് തിരിയുന്നില്ല. ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രാർത്ഥന സഹായം ചോദിക്കാനും സമാധാനം ആശംസിക്കാനും കാർമ്മികൻ ആരാധനാ സമൂഹത്തിലേക്ക് തിരിയുന്നുവെന്നും വീണ്ടും വൈദികൻ അൾത്താറിലേക്ക് തിരിയുന്നുവെന്നും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് 86 89 തക്സ. 2020 ജൂലൈ 10 പൗരസ്ത്യ സഭകൾക്കുള്ള കാര്യാലയത്തിൽ സമർപ്പിച്ച കരട് തക്സയിലും ഡ്രാഫ്റ്റ് ടെക്സ്റ്റ് ഇതേ നിർദ്ദേശം റൂബ്രിക്സ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2020 ജൂലൈ 10 പൗരസ്ത്യ കാര്യാലയത്തിൽ സമർപ്പിച്ച കരട് തക്സ, അംഗീകാരത്തിന് കൊടുത്ത കരട് തക്സ, അതിലും ഇതേ റൂബ്രിക്സ് എഴുതിയിട്ടുണ്ട്. മുഴുവൻ നേരവും അൾത്താരാഭിമുഖമാണ്, ചില സമയത്ത് മാത്രമേ തിരിയൂ. മിക്ക രൂപതകളിലും വചന ശുശ്രൂഷ ജനാഭിമുഖമായും അനാഫറ അൾത്താരാഭിമുഖമായും ചൊല്ലിയിരുന്നെങ്കിലും ചില രൂപതകൾ ഒഴികെ വചന ശുശ്രൂഷ ജനാഭിമുഖമായിട്ടാണ് ചൊല്ലുകയെന്ന നിർദ്ദേശം റോമായിൽ സമർപ്പിച്ച തക്സയിൽ രേഖപ്പെടുത്തിയിരുന്നില്ല. മിക്ക രൂപതകളിലും വചന ശുശ്രൂഷ ജനാഭിമുഖമായും അനാഫറ അൾത്താരാഭിമുഖമായും ചൊല്ലിയിരുന്നെങ്കിലും വചന ശുശ്രൂഷ ജനാഭിമുഖമായി ചൊല്ലുകയെന്ന നിർദ്ദേശം റോമായിൽ സമർപ്പിച്ച തക്സയിൽ രേഖപ്പെടുത്തിയിരുന്നില്ല. അതിന് കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ടാണ്? 80 കൊടുത്തിരിക്കുന്നതിനകത്തും പറഞ്ഞിരിക്കുന്നത് മുഴുവൻ നേരം അൾത്താരാഭിമുഖം എന്നാണ്. ഈ സഹായ അഭ്യർത്ഥനയ്ക്കായിട്ടും അതുപോലെ സമാധാനം ആശംസിക്കാനായും മാത്രമാണ് വൈദികൻ ജനങ്ങളിലേക്ക് തിരിയുന്നത്. 2020 ജൂലൈയിൽ സമർപ്പിച്ച തക്സയിലും അങ്ങനെ തന്നെയാണ്. 2020 നവംബർ 9 പൗരസ്ത്യ സഭകൾക്ക് വേണ്ടി കാര്യാലയത്തിൽ ഞങ്ങൾക്കൊരു കത്ത് കിട്ടി. പ്രോട്ടോകോൾ നമ്പർ 248 2004. പുതിയ ലിറ്ററേച്ചർ പുസ്തകത്തിൽ ആചാരം സംബന്ധിച്ച വ്യക്തമായ നിർദ്ദേശങ്ങൾ, ക്ലിയർ റൂബ്രിക്കൽ ഇൻസ്ട്രക്ഷൻസ് തീർച്ചയായും വേണമെന്ന് ആ കത്തിൽ നിഷ്കർഷിച്ചിരുന്നു. 2020 നവംബർ 20 പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയം മെത്രാമാർക്ക് അയച്ച കത്തില് ലിറ്റർജി പുസ്തകത്തിൽ ആചാരം സംബന്ധിച്ച വ്യക്തമായ നിർദ്ദേശങ്ങൾ, ക്ലിയർ റൂബ്രിക്കൽ ഇൻസ്ട്രക്ഷൻസ് തീർച്ചയായും വേണമെന്ന് ആ കത്തിൽ നിഷ്കർഷിച്ചിരുന്നു. 2021 ജൂൺ 9 തക്സ അംഗീകരിച്ചുകൊണ്ട്, കരട് തക്സ കൊടുത്തു, സമർപ്പിച്ചു, തക്സ അംഗീകരിച്ചുകൊണ്ട് പൗരസ്ത്യ സഭകൾക്ക് വേണ്ടി കാര്യം നൽകിയ കത്തിൽ പ്രോട്ടോകോൾ നമ്പർ 248 2004 ഇങ്ങനെയൊരു മാർഗനിർദ്ദേശം നൽകി. വചന ശുശ്രൂഷയുടെ സമയത്ത് കാർമ്മികൻ ബേമയിൽ വിശ്വാസികൾക്ക് അഭിമുഖമായി നിൽക്കുകയും കുർബാനയുടെ ലിറ്റർജിയുടെ സമയത്ത് വിശ്വാസികളെല്ലാം ഏത് ദിശയിലേക്ക് നോക്കി നിൽക്കുന്നുവോ ആ ആൾക്കാരുടെ ദിശയിലേക്ക് തിരിയുകയും ദിവികാരണ്യം കഴിഞ്ഞ് സമാപന ശുശ്രൂഷ സമയത്ത് കാർമ്മികൻ വീണ്ടും വിശ്വാസികൾക്ക് അഭിമുഖമായി നിൽക്കുകയും വേണം. ഇത് റോമിൽ നിന്ന് നമ്മുടെ മെത്രാന്മാരോട് ആവശ്യപ്പെട്ടതാണ്. അതിനാൽ
ആചാരം സംബന്ധിച്ച വ്യക്തമായ നിർദ്ദേശങ്ങൾ പുതുക്കിയ തക്സിൽ ചേർക്കാൻ 2021 ആഗസ്റ്റ് മാസം കൂടിയ മെത്രാന്മാരുടെ സിനഡിൽ ഓഗസ്റ്റ് 16 മുതൽ 27 വരെ സിനഡിൽ തീരുമാനിച്ചു. വചന ശുശ്രൂഷയുടെ സമയത്ത് കാർമികൻ ബാമിയിൽ വിശ്വാസികൾക്ക് അഭിമുഖമായി നിൽക്കുകയും കുർബാനയുടെ ലിറ്റർജിയുടെ സമയത്ത് വിശ്വാസികളെല്ലാം ഏത് ദിശയിലേക്ക് നോക്കി നിൽക്കുന്നുവോ ആ ആൾക്കാരുടെ ദിശയിലേക്ക് തിരിയുകയും ദിവ്യകാരണം കഴിഞ്ഞ് സമാപന ശുശ്രൂഷയുടെ സമയത്ത് കാർമികൻ വിശ്വാസികൾ അഭിമുഖമായി നിൽക്കുകയും വേണം. സിനഡൽ ന്യൂസ് 29 സിനഡ് 2021 പുറം 100. സിനഡൽ ന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആ മാസികയുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നരികളവച്ചൻ എഴുതിയിരിക്കുന്നത്. ഇതനുസരിച്ച് പൊതുവായ നിർദ്ദേശങ്ങൾ 7-ാം നമ്പറായും 2021 സെപ്റ്റംബർ 8-ാം തീയതി പ്രസാദനം ചെയ്ത തക്സയിൽ ഉചിതമായ സ്ഥലങ്ങളിലും ഈ മാർഗനിർദ്ദേശം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കാര്യം മനസ്സിലായോ? സീറോ മലബാർ സഭയുടെ രീതി അനുസരിച്ച് മുഴുവൻ നേരവും അൾത്താരാഭിമുഖം അല്ലെങ്കിൽ ദൈവാനുമുഖ കുർബാനയാണ്. 86-ലും 89-ലും 2020-ലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഈ പ്രാർത്ഥന സഹായം ചോദിക്കാനും സമാധാനം ആശംസിക്കാനും മാത്രമാണ് ജനങ്ങളിലേക്ക് തിരിഞ്ഞിരുന്നത്. എന്നാൽ മിക്കവാറും രൂപതകളിൽ വചന ശുശ്രൂഷ ജനാഭിമുഖമായും പിന്നെ അനാഫറ എന്ന് പറയുന്ന കുർബാന ശുശ്രൂഷ അത് ദൈവോന്മുഖമായും ചൊല്ലിയിരുന്നതിനാൽ 2020-ൽ സമർപ്പിച്ച തക്സയിൽ അത് പ്രിന്റ് ചെയ്തില്ല. കാരണം നമ്മുടെ രീതി അനുസരിച്ച് 86-ലും 89-ലും 2020-ലും ഒക്കെ കൊടുത്തതനുസരിച്ച് മുഴുവൻ നേരവും ദൈവോന്മുഖ കുർബാനയാണ്. അതാണ് ഐഡിയൽ ഫോം. അപ്പോ ഏകീകൃത രീതി ഇപ്പൊ പറഞ്ഞ 50-50 എന്ന രീതി വേണമെന്ന് റോമിൽ നിന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്. പൗരസ്ത്യ കാര്യാലയം ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്. അതാണ് ഈ 2020 നവംബർ 9-ാം തീയതി പൗരത്യ സഭകൾക്ക് വേണ്ടി കാര്യാലയം ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്. അത് തക്സയിൽ എഴുതണം, ഈ 50-50 എന്നുള്ള എഴുതണം. റോമിൽ നിന്ന് ഇങ്ങോട്ട് വന്ന നിർദ്ദേശമാണത്. അതനുസരിച്ചാണ് എന്താണ് എഴുതേണ്ടതെന്നും എഴുതിയിട്ടുണ്ടായിരുന്നു റോമിൽ നിന്ന്. അതനുസരിച്ച് അവർ തന്നെ കുർബാന തക്സ അംഗീകരിച്ച് വന്നപ്പോൾ അതിൽ തന്നെ ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ എഴുതണം. ആ തീരുമാനം, റോമിൽ നിന്ന് നിർദ്ദേശിച്ച തീരുമാനം, അത് സിനഡ് അംഗീകരിച്ചു 2021 ഓഗസ്റ്റ് മാസത്തിലെ സിനഡിൽ. റോമിൽ നിന്ന് വന്ന നിർദ്ദേശം മെത്രാന്മാരുടെ സിനഡ് തീരുമാനിക്കുകയാണ് ചെയ്തത്. ഇതാണ് ഔദ്യോഗികമായ രേഖ പറയുന്നത്. അപ്പൊ എവിടെയാണ് ഇവിടെ കുതന്ത്രം? എവിടെയാണ് മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റിയത്? എവിടെയാണ് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്? ഈ ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാക്കാതിരിക്കാനുള്ള നരികുളച്ചന്റെ കുതന്ത്രങ്ങളും നുണകളുമാണ് ഈ പറഞ്ഞതൊക്കെ. ഒന്നുകിൽ മനഃപൂർവമായ നുണകൾ, അല്ലെങ്കിൽ ഭാഷ അറിയാതെ അജ്ഞതയിൽ നിന്ന് വരുന്ന അബദ്ധങ്ങൾ. അല്ലാതെ സീറോ മലബാർ സഭ കുതന്ത്രത്തിനോട് ഒരു കാര്യം ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാൻ കഴിയില്ല. പിന്നെ ഈ വാക്കുകളുടെ അർത്ഥം അറിയാതെയും ഈ താൻ പറയുന്ന കാര്യം തനിക്ക് തന്നെ എതിരായി പറയാം ഇല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ആവർത്തിച്ച് പിന്തുണ കൊടുത്തതിന് തെളിവ് നരികുളച്ചൻ തന്നെ ഹാജരാക്കുന്നുണ്ട്. എന്നിട്ടും ഇല്ലെന്ന് പറയാ. അപ്പൊ എവിടെയാണ് ഇവരുടെ ഈ ഇന്റഗ്രിറ്റി എന്ന് പറയില്ലേ, ഇന്റഗ്രിറ്റി, സത്യനിഷ്ഠ? എവിടെയാണ് സത്യനിഷ്ഠ എന്ന് പറഞ്ഞ സംഗതി എവിടെയാണ് നരികുളച്ചനിൽ കാണുന്നത്? ഞാൻ ആവർത്തിക്കുന്നില്ല. നിങ്ങൾ തന്നെ പരിശോധിക്കുക. ഇതൊക്കെ ഈ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കൂ. എന്നിട്ട് സത്യം എവിടെയാണ് എന്ന് ചിന്തിക്കൂ. ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രം ഇത്രമാത്രം പ്രശ്നങ്ങൾ നടക്കുന്നതിന് കാരണം നരികുളം അച്ഛനെ പോലെയുള്ളവരുടെ ഈ പിടിവാശികളും ഈ അജ്ഞതയും അന്ധതയും അല്ലേ? ഇനി പ്രശ്നപരിഹാരത്തിന് ഇത് വാസ്തവത്തിൽ ഇതിലേക്ക് ചർച്ചകൾക്ക് പോകേണ്ട കാര്യം സഭയ്ക്കില്ലെന്ന് എൻ്റെ പക്ഷം. സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന തരത്തിലുള്ള തീരുമാനം നടപ്പാക്കാൻ സഭാ നേതൃത്വം തയ്യാറാകുകയാണ് വേണ്ടത്. സർജിക്കൽ സ്ട്രൈക്ക് പോലത്തെയുള്ള വളരെ ക്വിക്കായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പൊ ചെയ്യേണ്ടത്. ഈ വക ചർച്ചകളിലേക്കൊന്നും പോകേണ്ട യാതൊരു കാര്യമില്ല. കാരണം ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. തീരുമാനങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ ഈ നരികുളത്തിന്റെ ഊഴം കഴിയുമ്പോൾ അടുത്തൊരാൾ വരും, മുണ്ടാടന്റെ ഊഴം വരും, അത് കഴിയുമ്പോൾ പാറക്കാട്ടിൽ ഊഴം വരും. ഇവരിങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാതെ സഭയെ നാറ്റിക്കുക എന്നൊരൊറ്റ അജണ്ടയാണ് എറണാകുളം അങ്കമാലി വിമത വൈദികർക്കുള്ളൂ. അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളിൽ ഒരാളാണ് മോൺസിഞ്ഞോർ നരികുളം.
നാണക്കേട് അവർക്ക് തന്നെയാണ്. പക്ഷേ അതവർക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, തീർത്തും അന്ധതയിലും അന്ധകാരത്തിലുമാണ് അവരിപ്പോൾ ജീവിക്കുന്നത്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതേസമയം നമുക്ക് മാർപ്പാപ്പയോടും അതുപോലെ തന്നെ സീറോ മലബാർ സഭയോടും ചേർന്ന് നിൽക്കാം. ഈ സ്വതന്ത്ര സഭയാകണമെന്ന് ആഗ്രഹിക്കുന്ന നരികുളച്ചനും മറ്റൊക്കെ അവർ പോട്ടെ. അവരുടെ വാക്ക് കേട്ടിട്ട് ആരെയും പോകാനുണ്ടെങ്കിൽ അവരും പോകട്ടെ. നമുക്ക് സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയുടെ കൂടെ നിൽക്കാം, കർത്താവിൻ്റെ കൂടെ നിൽക്കാം, മാർപ്പാപ്പയുടെ കൂടെ നിൽക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.